കേരളത്തിൻ്റെ ജനതയോടാണ്. നമ്മുടെ നാട്ടിൽ ഈ ആഷ്മീനെ പോലെയുള്ള കുറേ മൃഗങ്ങളുണ്ട്. ആഷ്മിയോടൊരു കാര്യം പറട്ടെ. ആഷ്മി, ഇത് കേരളം എന്ന് പറഞ്ഞാൽ EMSൻ്റെ നാടാണ്. ഏക്കർ കണക്കിന് സ്ഥലം, സ്വന്തം വീട് ഒക്കെ അവിടുത്തെ ഏലംകുളം പ്രദേശത്തിലെ ആളുകൾക്ക് വീതം വെച്ച് നൽകിയ ഒരു മുഖ്യമന്ത്രിയുടെ നാടാണ്. അത് തന്നെ പോലെയുള്ള ആളുകൾ മനസ്സിലാക്കണം. പിന്നെ ചാനലിൽ ഇരുന്നിട്ട് സുബൈദ ആടിനെ വിറ്റു, ഇനി ആരും വിൽക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഈ കേരളത്തിൽ ഒരു സുബൈദ മാത്രമൊന്നല്ല, ഒരുപാട് സുബൈദമാരുണ്ട്. നിന്നെ പോലെയല്ല കുറേ മൃഗങ്ങളുമുണ്ട്. മൃഗങ്ങൾ പോലും നാണിക്കും, ലജ്ജ തോന്നും നിൻ്റെ പേര് ഇട്ടാൽ. അത് ആഷ്മിയെ പോലെ കുറേ ആളുകളുണ്ട്, ഞങ്ങൾ നേരിട്ട് നൽകിക്കൊണ്ട്. എന്നിട്ട് ആരാണ് ഈ നേരിട്ട് നൽകണത്? ഈ നേരിട്ടിട്ട് ഒരാളെ, ഇപ്പോൾ കേരളത്തിലെ നല്ല മനസ്സിലുള്ള ഒരു മനുഷ്യനാണ് യൂസഫ് അലി സാറ്. ആ യൂസഫ് അലി സാറിൻ്റെ കയ്യിൽ ഈ പൈസ മുഴുവനെ കൊണ്ടേ കൊടുത്ത യൂസഫ് അലിക്ക് വയനാട് സ്കൂളും ഹോസ്പിറ്റലും റോഡും ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും. അതിനാണ് കേരളത്തിലൊരു ഗവൺമെൻറ്. കേരളത്തിൽ എന്ന് വെക്കേണ്ട, ഇന്ത്യയിലാണെങ്കിലും കർണാടകയിലാണെങ്കിലും തമിഴ്നാട്ടിലാണെച്ചാലൊക്കെ അവിടെ ഒരു ഗവൺമെൻറ് ഉണ്ട്. ആ ഗവൺമെൻറ് അതിനാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയും പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയൊക്കെ അതിലേക്കാണ്. നിങ്ങൾ നേരിട്ട് നൽകണം. പിന്നെ നിങ്ങൾക്ക് കേരളത്തിൻ്റെ മന്ത്രിസഭയോടും മുഖ്യമന്ത്രിയോടൊന്നും താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ പ്രധാനമന്ത്രിയുടെ സ്കീമിലടക്കി. അതല്ലേ ഹീറോയിസം? എന്നിട്ട് ഞങ്ങൾ പ്രധാനമന്ത്രിയുടെ സ്കീമിലിട്ടു. അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ടിട്ട് കൊണ്ടുപോയി കൊടുത്തിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ എങ്കിലും ഇട്. വെറുതെ ഈ കൊടുക്കണ ആൾക്കാരെ എന്തിനാണ് ഇല്ലാതേക്കണത്? ഇപ്പോൾ വയനാട്ടിൽ ഇന്നലെ എൻ്റെ നാട്ടിൽ നിന്നടക്കം ലീഗിൻ്റെ കുട്ടികൾ, ഒരു ബസ് നിറയെ കുട്ടികൾ പോയിട്ടുണ്ട്. ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്. ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളാണ്. പക്ഷെ ആ ലീഗിൻ്റെ കുട്ടികളെ ഞാൻ അഭിനന്ദിക്കണം. കാരണം എന്താ, അവിടെ ചെയ്യേണ്ടത് അതാണ്. അവരെ കൊണ്ട് ഒരു കുപ്പി ബ്ലഡ് കൊടുക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ സന്നദ്ധ പ്രവർത്തനം. നമ്മളെ കൊണ്ടൊന്നും ഇപ്പോൾ അവിടെ വയനാട്ടിൽ പോയിട്ട് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങാൻ പറ്റിയ ആരോഗ്യസ്ഥിതി അല്ലാത്തതുകൊണ്ടാണ്. പഴയ കാലമൊക്കെ ആണെങ്കിൽ പോയിട്ടുമുണ്ട്. ഇപ്പം കഴിയാത്തതുകൊണ്ടാണ്. അപ്പോൾ ആഷ്മിയെ പോലെയുള്ള ആളുകളെ കേരള സമൂഹം കാണണം. പുറത്തിറങ്ങാൻ സമ്മതിക്കാതെ അവനൊന്നും. കാരണം അവൻ്റെ വീട്ടിലടക്കം ഇതേ ദുരിതം ഉണ്ടാവും. വലിയ ലംബർഗിനി ഇല്ല ആളുകളൊക്കെ ചെമ്പട്ടിയിൽ പോയൊരു കാലാണ് പഴയ പ്രളയം. അപ്പോൾ ആരും പ്രളയത്തിൻ്റെ മുന്നിലും പ്രകൃതി ദുരന്തത്തിൻ്റെ മുന്നിലും നകളിക്കണ്ട. ഞാനടക്കം. ആഷ്മി നകളിക്കണ്ട. പിന്നെ ആർക്കെങ്കിലും വേണ്ടിയിട്ട് ഓച്ചാനിക്കുമ്പോൾ, ആ ഓച്ചാനിച്ചത് തിന്നുമ്പോൾ തനിക്കൊരു കുടുംബമുണ്ട്. നാളെ ഒരു മരണം എന്ന് പറഞ്ഞ സാധനം താങ്കൾക്കും ഉണ്ടാവും. അപ്പോൾ താങ്കളെ കുടുംബത്തിനും ഇതേപോലെ വല്ല പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ ഇതേ സമൂഹമാണ് നിങ്ങളെ രക്ഷിക്കേണ്ടത്. മരിച്ചു കഴിഞ്ഞാൽ ആശ്രിത നിയമനം കൂടി താങ്കളുടെ TV ചാനൽ ചിലപ്പോൾ തരില്ല. അപ്പോൾ ജനങ്ങൾ പിരിവെടുത്തിട്ടുകൊണ്ട് വരും അതിൻ്റെയൊക്കെ കുടുംബം പുലർത്തേണ്ടി വരിക. അത് ഈ മനസ്സിലാക്കിയാൽ മതി. ഇപ്പോഴത്തെ നെകളിപ്പൊന്നും അപ്പം ഉണ്ടാവില്ല. ആഷ്മിയെ പോലെയുള്ള ആളുകൾ, അതേപോലെ ആ പെൺകുട്ടി മുല കൂട്ടാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ ആ പെൺകുട്ടീനെ പുച്ഛിച്ചിട്ട് ഒറ്റപ്പാലത്തുകാരെ ഒരു ചെറ്റ പെരുന്തവണ്ണയിൽ കൂടെയൊക്കെ വന്നാൽ കണ്ണടപ്പിന് കിട്ടും കേട്ടോ. വെറുതെ അല്ല പറയണത്. ഞാൻ ഒറ്റപ്പാലത്ത് പഠിച്ചതാണ്. ഒറ്റപ്പാലത്ത് അന്തസ്സില്ല ആളുകളുടെ നാടാണ്. അതിനെ അന്നെ പോലെയുള്ള ആളുകൾ നശിപ്പിച്ചത് ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ്. അവനൊക്കെ
റോട്ടിൽ കൂടെ ഇറങ്ങി നടക്കുമ്പോൾ കണ്ണടപ്പിന് പൊട്ടിക്കാൻ അവിടുത്തെ ചെറുപ്പക്കാർ തയ്യാറാണ്. ഒരുത്തന് കിട്ടിയാൽ മതി, ഒരുത്തന്. ആ പെൺകുട്ടീനെയൊക്കെ അപമാനിച്ചതിനെതിരെ പോലീസ് കേസെടുക്കണം, സ്വമേധയാ കേസെടുക്കണം, റിമാൻഡ് ചെയ്യണം അവനെ. വളരെ വിഷമത്തോടു കൂടിയിട്ടാണ് പറയണത്. കാരണം ഈ പ്രകൃതി ദുരന്തം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു വിപത്താണ്. അത് ഇന്ന് എനിക്ക് വരും, നാളെ വേറെല്ലാവർക്കും വരാം. അങ്ങനെ വരാതിരിക്കട്ടെ. ഇത്രയും പറയണത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നേരിട്ട് കൊടുക്കണമെന്ന് വെച്ചാൽ കൊണ്ടുപോയി കൊടുത്തോളിക്കോ, യാതൊരു വിരോധവുമില്ല. പക്ഷേ 2019 പ്രളയം ഓർമ്മിപ്പിക്കുകയാണ്. 2019 പ്രളയത്തിൽ എൻ്റെ നാട്ടിൽ ഞങ്ങൾ പിരിവ് എടുത്ത് കൊണ്ട് ഇരിക്കുമ്പോൾ ഒരു മാന്യനായ വ്യക്തി പറഞ്ഞതാണ്, ഞങ്ങൾ ഒരു നന്മമരം ഉണ്ടല്ലോ പാലക്കാട്ടുകാരൻ, ഞങ്ങളെ പേരെടുത്ത് പറയണില്ല, ആ നന്മമരത്തിൻ്റെ മുഖാന്തരം കൊടുക്കാം. ആ നന്മമരം എൻ്റെ നാട്ടിലെ ഒരു ചെറിയ കുട്ടീനെ, 2-3 വയസ്സായ പെൺകുട്ടിയുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് മരിക്കുമെന്ന് ഉറപ്പ് വരുത്തി മടക്കി അയച്ച പെൺകുട്ടീനെ കൊണ്ടുപോയിട്ട് കൊച്ചിയിലെ ഒരു സന്യാസിയുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട്, സന്യാസിനിയുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 33 ലക്ഷം രൂപ എൻ്റെ നാട്ടുകാരെ പറ്റിച്ച വ്യക്തിയാണ്. എൻ്റെ അടുത്ത സുഹൃത്തിൻ്റെ പേരക്കുട്ടീനെ. എന്നിട്ട് അവൻ്റെ കയ്യിലാണ് ഞങ്ങൾ പ്രളയ ദുരിതാശ്വാസം കൊടുക്കാമെന്ന് പറഞ്ഞത്. ഇതിൽ കൂടുതൽ വിഡ്ഢിത്തെന്താണ്? പിന്നെ സന്നദ്ധ സംഘടനകളിൽ കൊടുക്കാം. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഈ കോൺഗ്രസ്സുകാരന് DYFIക്കാരെ വിശ്വാസമാണോ? സഖാക്കൾക്ക് കോൺഗ്രസിൻ്റെ സംഘടനേനെ വിശ്വാസമാണോ? അതേപോലെ തന്നെ RSSകാർക്ക് DYFIയുടെ സംഘടനേനെ വിശ്വാസമാണോ? അതും പോട്ടെ, മതസംഘടനകളുണ്ട് ഇവിടെ, പള്ളിയുണ്ട്, അമ്പലമുണ്ട്, ചർച്ചുണ്ട്. ഇവർ തമ്മിൽ വിശ്വാസത്തിലാണോ? ഇപ്പം ഞാൻ പൈസ കൊണ്ടുപോയിട്ട് ഒരു പള്ളി വികാരിക്ക് കൊടുക്കുകയാണ്. ആ പള്ളി വികാരി അത് ഹിന്ദു സമുദായത്തിലുള്ള ആളുകൾക്ക് കൊടുക്കുമോ? അയാളെ സമുദായത്തിലുള്ള ആളുകൾക്കല്ലേ കൊടുക്കൂ. അപ്പം ഇതൊന്നും ശാശ്വതമായ പരിഹാരമല്ല. ശാശ്വതമായ പരിഹാരമല്ല എന്ന് നിങ്ങൾക്കും സ്വയം ബോധ്യപ്പെടും. പക്ഷെ നിങ്ങൾ ഈ സർക്കാരിനെയും കേരള ജനതയെയും പരിഹസിക്കുകയാണ്. കേരളത്തിലെ CMDRF പറഞ്ഞൊരു ഇതുണ്ട്, ഒരു ഫണ്ടുണ്ട്. ആ ഫണ്ടിലേക്കാണ് നമ്മൾ പൈസ കൊടുക്കേണ്ടത്. ആ പൈസ കൊടുത്താൽ അത് കൃത്യമായി കിട്ടും. എൻ്റെ അനുഭവത്തിലുള്ളതാണ്. എൻ്റെ അനുഭവത്തിൽ അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ ഒരു വീട്ടിൽ വെള്ളം കയറി, അത് അതിൻ്റെ പേപ്പർ വർക്ക് നീക്കിയ ഉടനെ തന്നെ വെള്ളം കയറിയിട്ടുള്ളൂ 3000 രൂപ ഈ CMDRF നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി പോട്ടെ, കേരളത്തിലെ ഏത് ആളുകൾക്കാണ് ഈ പ്രളയ ദുരിതത്തിൽ 18-ലും 19-ലും പ്രളയം ഉണ്ടായി. ആ സമയത്ത് പൈസ കിട്ടാത്ത ഏതെങ്കിലും ഒരു വ്യക്തി ഒരു പോസ്റ്റർ ഇട്ടേ എനിക്ക് പൈസ കിട്ടിയില്ല. ചിലപ്പോൾ അയാൾക്ക് 5 ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടാവും, അതൊക്കെ ചിലപ്പോൾ 2 ലക്ഷം കിട്ടിയിട്ടുണ്ടാവും. അതൊക്കെ സർവ്വസാധാരണയാണ്. എന്നാൽ പോലും അത് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? അതാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. പിന്നെ 2 ലക്ഷം ആളുകൾക്ക് കേരള ഗവൺമെൻറ് വീട് വെച്ച് നൽകിയിട്ടുണ്ട്. അനവധി പാലങ്ങൾ ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അനവധി സ്കൂളുകൾ ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. എൻ്റെ തൊട്ടടുത്താണ് പെരിന്തൽമണ്ണ ഹൈസ്കൂള്, EMS പഠിച്ച ഹൈസ്കൂള്. 1957 ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിലേറിയ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ മുഖ്യമന്ത്രിയായ EMS പഠിച്ച സ്കൂളാണ് പെരിന്തൽമണ്ണ ഹൈസ്കൂള്. എന്താണ് അവിടുത്തെ, എന്ത് സൗകര്യമാണ് അവിടെ ഇല്ലാത്തത്? അത് നിങ്ങളൊന്ന് പറഞ്ഞു തരും. എന്തെങ്കിലും ഒരു സൗകര്യം അവിടെ ഇല്ലാത്തതുണ്ടോ? അപ്പോൾ ഈ പൈസകൾ കൃത്യമായി വിനിയോഗിക്കപ്പെടുന്നുണ്ട് ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ. ഇതിൻ്റെ മുമ്പ് ഞാൻ ഇന്നലെ കണ്ടൊരു വീഡിയോ, കരുണാകരൻ്റെ കാലഘട്ടത്തിൽ, അന്നത്തെ കരുണാകര ഗവൺമെൻറ്
ഡിവൈഎഫ്ഐക്കാരെ അടിച്ചൊതുക്കിയ ഒരു ഗവൺമെൻറ്റാണ്. എന്നിട്ട് പോലും അന്നത്തെ ദുരിത ആശ്വാസ നിധിയിലേക്ക് ഡിവൈഎഫ്ഐക്കാർ സംഭാവന നൽകിയിട്ടുണ്ട്. അന്നത് നേരിട്ട് കൊടുക്കാമെന്ന് ഒരു ഡിവൈഎഫ്ഐക്കാരും പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് മുഖ്യമന്ത്രി കരുണാകരനെ ഏൽപ്പിച്ചു? നമ്മളിപ്പോൾ ഒരു ദുരിതമുഖത്താണ്. അവിടെ സേവാഭാരതി ഉണ്ട്, SDPI ഉണ്ട്, DYFI ഉണ്ട്, യൂത്ത് കോൺഗ്രസ് ഉണ്ട്, യൂത്ത് ലീഗ് ഉണ്ട്. ആ രാഷ്ട്രീയം മറന്നിട്ടാണ് അവിടെ പണിയെടുക്കണത്. അവിടെ മരിച്ചുപോയ ആളുകൾക്കും രാഷ്ട്രീയമല്ല, അവിടുത്തെ ജനതയ്ക്കും ഇപ്പോൾ രാഷ്ട്രീയമല്ല. അതൊക്കെ വോട്ട് ചെയ്യുമ്പോഴും കൊടി പിടിക്കുമ്പോഴും മാത്രം ഉള്ളതാണ് ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ. ഇപ്പം ഈ ദുരിതമുഖത്ത് അവർക്ക് രാഷ്ട്രീയമല്ല. അവരെ സഹായിക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരേ ഉള്ളൂ. അല്ലാതെ രാഷ്ട്രീയമല്ല, രാഷ്ട്രീയക്കാർക്ക് പൈസ കൊടുക്കരുത്, മുഖ്യമന്ത്രിക്ക് പൈസ കൊടുക്കരുത് എന്ന് പറയുന്ന ഒരു നാറിയും അവിടെ പോയി ഒരു കല്ലെടുത്ത് മാറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇത് ജനസമൂഹം തിരിച്ചറിയണം. അവിടെ ദുരിതമുഖത്ത് ജോലി ചെയ്യുന്ന, അവിടെ സൈന്യം മാത്രമല്ല പണിയെടുക്കണത്, സൈന്യത്തിൻ്റെ മുമ്പ് എത്തിയ ആളുകളുണ്ട് അവിടെ. പ്രതീക്ഷനെ പോലെ മരണത്തിലേക്ക് പോവുകയാണ് എന്ന് സ്വയം അറിഞ്ഞുകൊണ്ട് അവിടെ ജനങ്ങളെ രക്ഷിക്കാൻ തയ്യാറായ ഒരു സമൂഹമുണ്ട്. സൈന്യം മാത്രമല്ല, സൈന്യത്തിനും പോലീസുകാർക്കും ഹോസ്പിറ്റൽ ജീവനക്കാർക്കൊക്കെ ശമ്പളമുണ്ട്. ഈ ശമ്പളം കിട്ടാതെ പണിയെടുക്കണ ഒരു സമൂഹമുണ്ട് അവിടെ. ഭക്ഷണം കഴിക്കാതെ, സ്വന്തം വീട്ടിൽ നിന്ന് വിട്ടെന്നും സ്വന്തം വീട് എന്താണ് സ്ഥിതി എന്നറിയാത്ത അവിടെ പോയി കഷ്ടപ്പെടുന്ന ഒരു സമൂഹമുണ്ട്. അവർക്കാണ് എൻ്റെ അഭിവാദ്യങ്ങൾ.